എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്കൊരു മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള ഒരു അവാർഡ് ഈ അടുത്ത് ലഭിക്കുകയുണ്ടായി. ചന്ദ്രപ്പൻ സ്മാരക പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള അവാർഡാണ് ഈ അടുത്ത് ലഭിച്ചത്. ഏപ്രിൽ 7 അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നി. കാരണം ചെറുപ്പത്തിൽ ഒരു മൂല്യം, നമ്മുടെ വിദ്യാഭ്യാസം മാത്രമാണോ നമ്മുടെ അറിവ് എന്നുള്ളത് ഒത്തിരി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പലപ്പോഴും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ എൻ്റെ മുമ്പിൽ വരുമ്പോഴൊക്കെയും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എന്തേ വിദ്യാഭ്യാസമുള്ളവർക്ക് അറിവില്ലാതെ പോയത് എന്ന്. അപ്പോൾ കേവലം അറിവ് എന്ന് പറയുന്നത് ഒരു മൂല്യം, അത് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്. ഇപ്പം ഷർട്ടൊന്നും ഇടത്തില്ല കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഒരു കൈലിയൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് കൈക്കോട്ടൊക്കെ, മീൻസ് കൈക്കോട്ടെന്ന് പറഞ്ഞാൽ അറിയുമെന്നറിയില്ല, അതൊക്കെ തോളിൽ വെച്ചിട്ട് ഇങ്ങനെ പണിയായതും തോളിൽ വെച്ച് ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ആളുകളൊക്കെ പറയുന്നത്, ഷർട്ട് ഇടാത്ത ആളല്ലേ നിൻ്റെ അച്ഛൻ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കൽ അച്ഛൻ്റെ ഒരു വലിയൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൂടെ ഈ ചായക്കടയിലൊക്കെ, അതായത് ചായപ്പിടിയിലൊക്കെ ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ഒരു ബ്രേക്ക് ഉണ്ടാവുമല്ലോ ജോലിക്കിടയിൽ, ആ ബ്രേക്കിന് സമയത്ത് എന്നെ കൂടെ കൊണ്ടുപോകും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് റോഡിലൂടെ ഇങ്ങനെ ചായ കുടിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു വലിയ അഭിമാനമായിട്ടാണ് പോവുക ഞാൻ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചായക്കടയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം എനിക്കൊരു ഗ്ലാസ് ചായ തരും, ചായ വാങ്ങിച്ചു തരും. അടുത്തൊരു ഗ്ലാസ് ചായയുമായിട്ട് അച്ഛൻ പോകുന്നത് തൊട്ടപ്പുറത്തെ ഒരു റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു തീരെ മാനസികമായി ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല, മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്, ഇങ്ങനെ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടാവും. എല്ലാ കാലത്തും അവർ ഇവിടെ ഇങ്ങനെ ഒത്തിരി കാലങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെറുപ്പത്തിൽ അവർക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചായ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിക്കും, അച്ഛൻ എന്താ അത്, ഞാൻ അന്ന് കുട്ടിയല്ലേ, അച്ഛൻ എന്തിനാ അവർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുന്നത്, നമുക്ക് അച്ഛന് കുടിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, മോൾക്ക് വാങ്ങിച്ചു തരാൻ അച്ഛനുണ്ടല്ലോ, അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ആരാ ഉള്ളത്, അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ എന്ന് കുഞ്ഞിലെ എൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു വലിയൊരു വാക്കായിരുന്നു അത്. കാരണം അത് നമുക്ക് നമ്മൾ ആരും ഇല്ലെങ്കിൽ നമ്മളെങ്കിലും സഹായിക്കണമെന്ന ഒരു ചെറിയൊരു കാര്യം എൻ്റെ ഉള്ളിലൊന്ന് തട്ടി. അങ്ങനെ പലപ്പോഴും അച്ഛൻ്റെ ഓരോ പ്രവൃത്തികൾ, അപ്പോൾ പലപ്പോഴും ഇല്ലാത്തവർക്ക് കൂടുതൽ വാരിക്കോരി കൊടുക്കുന്ന ഒരു കാര്യം. അച്ഛനില്ല, സാധാരണക്കാരനാണ്, ഞങ്ങൾ കൂലിപ്പണിക്കാരനാണ്, എങ്കിൽ പോലും അച്ഛൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അച്ഛൻ അത് മറ്റുള്ളവർക്ക് കൂടുതൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ നൽകുന്ന ഒരു പരിപാടി. അപ്പോൾ ഇതൊക്കെ ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടു വളർന്നതാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അച്ഛൻ പറയും അതൊക്കെ അങ്ങോട്ട് ശരിയാവും എന്ന് പറയുന്ന, എന്നെ വല്ലാതെ പോസിറ്റീവായിട്ട് ഉയർത്തിയ കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും. അപ്പോൾ ശരിക്കും അന്ന് അച്ഛൻ ചെയ്ത ഒരു കാര്യം തന്നെയാണ് ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 15 വർഷം സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞാൻ ഇന്ന് 100 പേരെയോളം റോഡ് സൈഡിൽ കിടക്കുന്ന, അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളെ നമ്മൾ അനാഥാലയങ്ങളിലെ സംരക്ഷണത്തിലേക്ക്, അവർക്ക് ഭക്ഷണവും സംരക്ഷണവും ഒരുക്കാൻ സാധിച്ചു. അതിനാണ് എനിക്ക് മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. പക്ഷെ അത് എവിടെ നിന്ന് എനിക്ക് ലഭിച്ചു, നിങ്ങൾ ആദ്യം ചിന്തിച്ചു നോക്കൂ. എനിക്ക് എവിടെ നിന്നാണ് അങ്ങനെ ഒരു അവാർഡ് ലഭിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ അച്ഛൻ്റെ വാക്കുകളാണ്, ആ മൂല്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം എനിക്ക് നൽകിയ മൂല്യമേറിയ വാക്കുകളാണ്, അല്ലെങ്കിൽ മൂല്യമേറിയ പ്രവൃത്തികളാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡിന് അർഹയാക്കിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ മാതാപിതാക്കളോട് കൂടിയാണ് പറയാനുള്ളത്, കുട്ടികളെ വളർത്തുമ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻസിനോ ഒരുപാട് ഒരു ജോലിയോ എല്ലാം മുൻതൂക്കം നൽകേണ്ടത് വളരെ മൂല്യമായ കാര്യങ്ങൾ, സമ്പത്തുകൾ നൽകിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നോക്കൂ. ആ മക്കൾ ഒരിക്കലും എന്താവില്ല, പാഴായി പോവില്ല. അവരേതെങ്കിലും ഒരു സമ്പത്ത് തേടി പിടിച്ചിരിക്കും എന്ന് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാനെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ശരിക്കും എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ളൊരു വാക്കാണ്. എവിടെയെങ്കിലും എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ ചെയ്ത പ്രവൃത്തിയുടെ നന്മയാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. Thank you so much.